ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആഷിഖും അതിലാണ്. അവര് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വന്നത്. അവരുടെ വിസ ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. സോ ഞാൻ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. ഹായ് അതുല്ലേ, എന്തെങ്കിലും വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഹായ്, എങ്ങനെയുണ്ട്? സുഖം. സുഖമായിട്ടിരിക്കുന്നു. രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, രണ്ടുപേരും ഒരുമിച്ചാണ് അഡ്മിഷൻ എടുത്തത് അല്ലെ? അപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുവാണല്ലോ. വിസ കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായിരുന്ന ഒരു മൊമെന്റ് ഒന്ന് പറയാമോ? ഹാപ്പിയാണല്ലേ? നിങ്ങള് നഴ്സിംഗ് എന്നുള്ള ഒരു ഫീൽഡ് മുന്നേ തന്നെ അതായത് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം രണ്ടുപേരാണോ? അതെ, രണ്ടുപേരും ഒരുമിച്ച് ആണ്. അതിൽ വന്നേക്കുന്നത് ജോർജിയയുടെ വിസയാണ്. അതിൽ ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തത്. എങ്ങനെ ഈ ജോർജിയ നാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെട്ടെ നിങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം? എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു, അപ്പൊ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല യൂണിവേഴ്സിറ്റി. അങ്ങനെ നിങ്ങൾ ഏജൻസി ഇപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു കോൺടാക്ട് ചെയ്തത്? വിക എഡ്യൂക്കേഷൻ സൊല്യൂഷൻസിലേക്ക് മീൻസ് നമ്മളുടെ അടുത്തൊന്ന് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു കാരണം നമ്മൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്തതെന്ന് പറയാമോ? എന്തോ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഫ്രണ്ട് വഴിയിട്ടാണ് എടുത്തത്. ഓക്കെ, അത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ ത്രൂ ഔട്ട് ദ ജേണി നിങ്ങൾക്ക് പറയാനുള്ളത്, അതായത് നമ്മളിപ്പോ നിങ്ങളുടെ അഡ്മിഷൻ തുടങ്ങി, ഇപ്പൊ നിങ്ങളുടെ വിസ വന്നു, നിങ്ങളിപ്പോ ഡിപ്പാർച്ചർ ആവണം. എന്നാ നിങ്ങളുടെ ഡിപ്പാർച്ചർ ഡേറ്റ് എന്നാണ് വരുന്നത്? 15th നമ്മൾ രണ്ട് സ്റ്റുഡൻസ്, വേറെ സ്റ്റുഡൻസ് വരുന്നുണ്ട്, ഒരുമിച്ചാണ് പോകുന്നത്. അവിടെ അപ്പാർട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണല്ലേ വരുന്നത്? ഓക്കെ. അതായത് ഇപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ് ടു നിങ്ങൾ ഫ്ലൈ ചെയ്യുവാണ്, നമ്മുടെ ബിഗയുടെ ഒരു സർവീസിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം പറയാമോ? സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ അടിപൊളിയായിരുന്നു. അശ്വതീഷ് എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. എപ്പോ വിളിച്ചാലും ആള് സപ്പോർട്ടായിരുന്നു, അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അല്ലെ? ഹാപ്പിയാണ്, അതായത് വിക എഡ്യൂക്കേഷൻ സൊല്യൂഷൻ സർവീസിൽ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളിപ്പോ സർവീസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇപ്പോ ആദ്യം നമ്മളെ കോൺടാക്ട് ഞാനായിരുന്നു. ചെയ്തത് ആഷിക്കിന് ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ വേണ്ടിയിട്ട് ഇപ്പൊ അതിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓഫ് കോഴ്സ് നമ്മളെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഓക്കെ ആണ്. നല്ല സർവീസ് ആണ്. 100% ഹാപ്പിയാണ്. എടാ, പിന്നെ നമ്മളിപ്പോ പോവാൻ നിൽക്കുന്ന സമയത്ത് പാരന്റ്സ് ആൻഡ് ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എങ്ങനെ മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴും പോകാനാണെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു? അപ്പൊ ആദ്യം തുടങ്ങിയത് എനിക്ക് പിന്നെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നു? ഇപ്പൊ നമ്മളിപ്പോ 250 വിസാസ് ആണ് വിക എഡ്യൂക്കേഷൻ. ഡയറക്റ്റ് നമ്മൾ എംബസിയിലാണ് നിങ്ങളുടെ വിസ കാര്യങ്ങൾ സബ്മിറ്റ്. ഇപ്പൊ VFSന്റെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട വന്നിട്ടില്ല. സോ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ പ്രോസസ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. സോ പാരന്റ്സിന്റെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അവരും നിങ്ങളെ കംപ്ലീറ്റ് സപ്പോർട്ട് ആയിരുന്നല്ലോ. ഈവൻ അതായത് ഏജൻസി എന്നുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിലും പാരന്റ്സും അവരുടെ ഒരു ഒപ്പീനിയൻ എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? നല്ല ഒപ്പീനിയൻ. അതുകൊണ്ടാണല്ലോ ഓഫ് കോഴ്സ് രണ്ടുപേരും. തീർച്ചയായിട്ടും അപ്പൊ നല്ലൊരു സർവീസ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ 4 വർഷത്തെ BSc നഴ്സിംഗ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ അടിപൊളിയായിട്ട് വരണം. താങ്ക് യു.